മീന ഇപ്പോ ആ നെറ്റ്വർക്കിന്റെ ടെക്സ്റ്റ് ബുക്ക് കാണാവോ? കാണാം. ഓക്കെ. സി നെറ്റ്വർക്കിന്റെ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്യേണ്ടത് C++ലാണ്. ഓക്കെ, സി അല്ലെങ്കിൽ C++. നമ്മുടെ സിലബസ് വെച്ചിട്ട് നമ്മൾ സിയിലാണ് ചെയ്യിക്കുന്നത്. അപ്പം നിങ്ങളോട് നോർമലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് IP അഡ്രസ് ഫെച്ച് ചെയ്യുക, പിന്നെ അത് കോൺഫിഗർ ചെയ്യുക, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അത് കുറേ ഫങ്ഷൻസ് ഉണ്ട്, ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അതൊന്നും ഇവിടെ ഈ ഒരു ചെറിയ ക്ലാസ് കൊണ്ട് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റില്ല. ദെൻ മാക്സിമം ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാ അത് ചെയ്യേണ്ടതെന്ന്. നെറ്റ്വർക്കിന്റെ പ്രശ്നത്തെ ആദ്യം നമുക്ക് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യനകത്ത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സാമ്പിൾ പ്രോഗ്രാം അവൈലബിൾ ഓൺലൈൻ ഫോർ ഡിഫറെന്റ് ആപ്ലിക്കേഷൻ യൂസിങ് NS3 എന്നാ. സോ NS3 വെച്ചിട്ട് നമുക്ക് എങ്ങനെ റൂട്ട് ട്രേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന് വേണ്ട നമുക്ക് കുറെ ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കുറെ മൊഡ്യൂൾസ് ഉണ്ട്. ആ മൊഡ്യൂൾസ് എല്ലാം മെയിൻലി നമ്മൾ NS3 നെറ്റ്വർക്ക് മൊഡ്യൂൾ .h, ഇന്റർനെറ്റ് മൊഡ്യൂൾ NS3 ബാർ ഇന്റർനെറ്റ് മൊഡ്യൂൾ .h, വൈഫൈ മൊഡ്യൂൾ .h, ഈ മൊഡ്യൂൾസ് എല്ലാം നമ്മൾ ആദ്യം ഇമ്പോർട്ട് ചെയ്യണം. അതിനുശേഷം നമ്മൾ നമ്മൾ സി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ഹെഡർ ഫയൽസ് നമ്മൾ എന്ത് ചെയ്യുക, ഡിക്ലെയർ ചെയ്യാൻ നോർമൽ ഹെഡർ ഫയൽസ് IStream.h ആൻഡ് സി മാത്ത് എന്ന് പറയുന്ന ഒരു മൊഡ്യൂളും കൂടി ഉണ്ട്, അതും കൂടി ഇൻക്ലൂഡ് ചെയ്യുക. ദെൻ ഒരു ക്ലാസ്സിന് ഒരു ക്ലാസ് നെയിം കൊടുക്കുക. ക്ലാസ് നെയിം കൊടുത്തിട്ട് നമുക്ക് ചെയ്യേണ്ടത്, ആദ്യമേ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ട്രേസ് ഔട്ട്, മീൻസ് വി ഹാവ് ടു ട്രേസ് ഔട്ട് ദി ആ പർട്ടിക്കുലർ റൂട്ടിനെ ട്രേസ് ചെയ്യുക ചെയ്യേണ്ടത്. അപ്പൊ അതിനു വേണ്ടി ഒരു മൊഡ്യൂൾ എഴുതുക. മൊഡ്യൂൾ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ മൊഡ്യൂളിനെ നമ്മൾ ആക്ച്വലി നമ്മൾ ഇമ്പോർട്ട് ചെയ്തെടുക്കണം. ഇമ്പോർട്ട് ചെയ്തെടുത്തിട്ട് ആ മൊഡ്യൂൾ നമുക്ക് ഫെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാണ് നമ്മൾ നോക്കേണ്ടത്. ഫെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ആ ഫെച്ച് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, NS ഫാക്ടറൽ എറർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ മെത്തേഡിനകത്ത്, ആ ഫംഗ്ഷനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺഫിഗറേഷൻ ഫെയിൽഡ് അബോർട്ടഡ് എന്ന് പറയാം. അതായത് നമുക്ക് അതുമായിട്ട് ലിങ്ക് ചെയ്യുന്നില്ലെങ്കിൽ, ആ പർട്ടിക്കുലർ റൂട്ടുമായിട്ട് ലിങ്ക് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഓൾറെഡി എന്ത് ചെയ്യും, കോൺഫിഗറേഷൻ ഫെയിൽഡ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് കാണിക്കും. ഇൻ കേസ് നമുക്കത് ഫയൽ ഓപ്പൺ ചെയ്യാൻ പറ്റിയെങ്കിൽ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ്സ് ആണ് cmd.addValue. cmd.addValue എന്ന് പറയുന്നത് വി ക്യാൻ ഫെച്ച് ദ റൂട്ട്. ഓക്കെ, നമുക്ക് ഏത് റൂട്ടാണെന്നുള്ള ഫെച്ച് ചെയ്തെടുക്കാനൊക്കെയുള്ള മൊഡ്യൂൾസ് ആണ് ഈ cmd.addValue എന്ന് പറയുന്നത്.
ഓക്കെ, അതിനകത്തൂടെ അതിന് 2 പാരാമീറ്റേഴ്സ് ആണ്. രണ്ട് പാരാമീറ്റർ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള 2 പാരാമീറ്റേഴ്സ് ആണ്. ആ 2 പാരാമീറ്റേഴ്സിനകത്ത് ഏതാണോ നമുക്ക് ഫെച്ച് ചെയ്ത് എടുക്കേണ്ടത്, ആ ഫെച്ച് ചെയ്ത് എടുക്കേണ്ടതിന്റെ റൂട്ട് മെൻഷൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് ഞാനിത് വളരെ ഇത്രയൊന്നും അല്ല, ഇത് കൂടുതലൊക്കെ പഠിക്കാനുണ്ട്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുമോ? ഇതിന്റെ ബേസിക് ഐഡിയ മാത്രം പറയാൻ എന്നോട് പറഞ്ഞിട്ടുള്ളൂ 1 hour. അപ്പം ദെൻ അതിനുശേഷം നമുക്കൊരു നോഡോ അല്ലെങ്കിൽ ഒരു ഇതോ ഫെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ റിപ്പോർട്ട് ചെയ്യാം. അതിന് ഏത് നോഡാണെന്നുള്ള പ്രിന്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ വി ഹാവ് ടു ക്രിയേറ്റ് എ നോഡ്. നമ്മൾ നോഡ് ക്രിയേറ്റ് ചെയ്യണം. ആ നോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതെല്ലാം നമ്മുടെ ബേസ്, നമ്മൾ ഏത് സിസ്റ്റം ആണോ യൂസ് ചെയ്യുന്ന ആ സിസ്റ്റത്തിന്റെ പോർട്ടിനെ പറ്റി പറയുന്നത് കേട്ടോ. എന്നിട്ട് ആ നോഡ് പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ നോഡിലേക്ക് ആ നോഡിന്റെ ഡേറ്റാസ് ഫെച്ച് ചെയ്ത് എടുക്കാൻ പറ്റണം. അതിനുവേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ആണ് nodes.get എന്ന് പറയുന്ന മെത്തേഡ്. nodes.get എന്ന് പറയുന്ന മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിച്ച് ഈസ് യൂസ് ടു ഫെച്ച് ദ കറന്റ് നോഡ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണോ ആ പോർട്ട് നമ്പർ നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, nodes.get എന്ന് പറയുന്ന ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ദെൻ അതിനുശേഷം നമ്മൾ വൺസ് അത് ഫെച്ച് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് പിന്നെ എന്ത് ചെയ്താൽ മതി, നമുക്കതിനെ ആ നോഡിനെ നമുക്ക് എന്ത് ചെയ്താൽ മതി, പ്രിന്റ് ചെയ്താൽ മതി. പിന്നെ ആ നോഡ് അസോസിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത് ഇന്റർഫേസ് ആണെങ്കിൽ ആ ഇന്റർഫേസിന്റെ അഡ്രസ്സ് നമ്മൾ എന്ത് ചെയ്യണം, പ്രിന്റ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്രോഗ്രാമിനകത്ത് മെയിൻലി പറയുന്നത്. പക്ഷെ ഈ പ്രോഗ്രാം ഫുള്ള് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ഇതിന്റെ പ്രോപ്പർ ക്ലാസ് കിട്ടിയിട്ടുണ്ടോ? ഇതിനകത്ത് ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കുറച്ച് ഇൻബിൽറ്റ് ഫങ്ഷൻസ് ഉണ്ട്. ആ ഇൻബിൽറ്റ് ഫങ്ഷൻസും നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യേണ്ട കുറെ ഹെഡർ ഫയൽസും ഉണ്ട്. ആ ഫയൽസ് നിങ്ങൾ എന്ത് ചെയ്യാം, പഠിച്ചു വെക്കുക. ഓക്കെ, ഫെച്ച് ചെയ്യാൻ പറ്റുന്ന കുറെ നമുക്ക് എല്ലാത്തിനും പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഉണ്ട്. ആ ഫങ്ഷൻസ് എല്ലാം നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ സാർ ഈ കോഡ് എന്തിന് എഴുതേണ്ടതാണ്? ഇപ്പൊ ജോയിൻ ചെയ്തേ ഉള്ളായിരുന്നോ? ഏതാ ഈ കോഡ് നമ്മൾ ഏതിലാണ് റൺ ചെയ്യുന്നത്, എങ്ങനെയാണ് ജോയിൻ ചെയ്തത്? ഇത് സി ആണ്, നോർമൽ സി പ്രോഗ്രാമിംഗ് ആണ്. സി പ്രോഗ്രാമിംഗിലാണ് നമ്മൾ നെറ്റ്വർക്കിന്റെ കോഡ്സ്, ഐ മീൻ നെറ്റ്വർക്കിന്റെ പ്രോബ്ലംസ് ചെയ്യുന്നത്. അതെല്ലാം സിയിൽ തന്നെ റൺ ചെയ്താൽ മതി. നിങ്ങൾ സി ഏത് ലിനക്സ് ആണോ അതോ വിൻഡോസിലാണ് ചെയ്യിക്കുന്നത്? അവിടെ വിൻഡോസ് ആണല്ലോ. അതെ അതെ. ആ ടെർബോ സിയിൽ ചെയ്തിട്ട് .c സേവ് ചെയ്താൽ മതി. ഓക്കെ, ഇതെല്ലാം സിയിൽ ചെയ്യുന്ന പ്രോഗ്രാം, എല്ലാ പ്രോഗ്രാമും സിയിലും C++ലും ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് ഇതിനകത്തെ കുറെ മൊഡ്യൂൾസ് ഒന്നും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവണമെന്നില്ല. ഞാനൊരു സിമ്പിൾ പ്രോഗ്രാം തരാം, 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഞാൻ ഇപ്പോ ആ പ്രോഗ്രാം ഒന്ന് എടുത്തിട്ട് വരാം.
നിങ്ങൾക്ക് എന്റെ സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഞാൻ ആ പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ നല്ലതായിട്ട് ബെറ്റർ ഇതായിരിക്കും. സോ നമുക്ക് സി പ്രോഗ്രാമിംഗ് വെച്ച് നമുക്ക് ഹോസ്റ്റിന്റെ 2 ആപ്ലിക്കേഷൻ ചെയ്യാൻ, റൂട്ടേഴ്സ് ഫോർവേഡ് ചെയ്യാം, ദെൻ പാക്കറ്റ്സ് സീക്വൻസ് ഓഫ് ബൈറ്റ്സ് ആയിട്ട് നമ്മൾ പാക്കറ്റ്സിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. പ്രോട്ടോകോൾസ് ഏതാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന്റെ ബേസ് ചെയ്ത് അതിന്റെ പാക്കറ്റ്സിനെ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഈ ഒരു നെറ്റ്വർക്കിനകത്ത് നടക്കുന്ന പല കാര്യങ്ങളുടെയും അഡ്രസ്സിനെ ഫെച്ച് ചെയ്യുക, അതിന്റെ പാക്കറ്റ്സിനെ എടുക്കുക, അതിന്റെ പ്രോട്ടോകോൾസിനെ റൂട്ട് ചെയ്യുക, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെറ്റ്വർക്ക് പ്രോഗ്രാമിലൂടെ ചെയ്യാൻ പറ്റും. നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ ആണ് എന്തെന്ന് പറയുന്നത് TCP/IP പ്രോട്ടോകോൾ അല്ലെ? നിങ്ങൾക്ക് അറിയാം, transmission control protocol or IP protocol. Okay, several protocol for different problems. ഓരോ പ്രോബ്ലത്തിനും പല രീതിയിലുള്ള പ്രോട്ടോകോൾസ് ആണ്. ഒന്ന് പ്രോട്ടോകോൾ സ്യൂട്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ പ്രോട്ടോകോൾസ് ഫാമിലീസ് ഉണ്ട്. സോ നമുക്ക് ഇപ്പൊ നമ്മൾ മെയിൻലി നമ്മൾ ഡിസ്കസ് യൂസ് ചെയ്യുന്ന TCP/IP എന്ന് പറയുന്ന പ്രോട്ടോകോൾ, ദാറ്റ് ഈസ് എൻ എൻഡ് ടു എൻഡ് കണക്ടിവിറ്റി ആണ്. ഓക്കെ, ഹൗ ഡേറ്റ ഷുഡ് ബി ഫോർമാറ്റഡ്, എങ്ങനെ അഡ്രസ് ചെയ്യണം, അത് ട്രാൻസ്മിറ്റ് ചെയ്യണം, അതെങ്ങനെ റൂട്ട് ചെയ്യണം, അതുപോലെ തന്നെ ഡെസ്റ്റിനേഷൻ എൻഡിൽ അതെങ്ങനെ റിസീവ് ചെയ്യണം, ഇതിനെ പറ്റിയൊക്കെയുള്ള ഒരു ഫോർമാറ്റഡ് ഏരിയ ആണ്, അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള ഒരു പ്രോട്ടോകോൾ ആണ് എന്തെന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, അല്ലെങ്കിൽ IP ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ഓവർ ദി ഇന്റർനെറ്റ്. ഓക്കെ, സോ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ ലെയർ ഇതിന് നമുക്ക് ഈ TCP/IP എന്ന് പറയുന്ന പല രീതിയിലാണ് നമ്മൾ ലെയേർഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അതിൽ ഫസ്റ്റ് നിങ്ങൾക്ക് ഈ ഡയഗ്രത്തിനകത്ത് നിന്ന് മനസ്സിലാകും, ഒരു ഹോസ്റ്റ് A ഉണ്ടെങ്കിൽ ഹോസ്റ്റ് ബിയിലേക്ക് നമുക്ക് ഡേറ്റ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ there are several routers between this particular host A and host B. ഹോസ്റ്റ് എക്ക് ഹോസ്റ്റ് ബിയുടെ ഇടയ്ക്ക് പല രീതിയിലുള്ള റൂട്ടേഴ്സ് ഉണ്ട്. ഓക്കെ, മേ ബി ഒരു ഹോസ്റ്റ് എ കേരളത്തിലാണെങ്കിൽ അനദർ ഹോസ്റ്റ് ബി എന്ന് പറഞ്ഞ ഇപ്പൊ US-ലാണെങ്കിൽ ഇൻ ബിറ്റ്വീൻ ദാറ്റ് നമുക്ക് സെവറൽ റൂട്ടേഴ്സ് ഉണ്ട്. ആ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന ഈ റൂട്ടേഴ്സ് വഴിയായിരിക്കും. ഓക്കെ, അപ്പൊ ആ പർട്ടിക്കുലർ റൂട്ടേഴ്സ് എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്, എന്ത് ബേസിലാണ് ആ റൂട്ടേഴ്സിനെ ചൂസ് ചെയ്യുന്നത്, ഏത് ക്രൈറ്റീരിയ ആണ് ആ റൂട്ടേഴ്സിനെ ചൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത്. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടില്ലേ നെറ്റ്വർക്ക് ജാം എന്നൊക്കെ കേട്ടിട്ട്? ഐ മീൻ കുറേ ഡേറ്റാസ് ഒരേ സമയം ഒരേ റൂട്ടിലൂടെ പോകുമ്പോൾ എന്താ സംഭവിക്കുക, അവിടെ ഒരു പർട്ടിക്കുലർ ട്രാഫിക് ഉണ്ടാവും, നെറ്റ്വർക്ക് ട്രാഫിക് ഉണ്ടാവും അല്ലെ? ഇപ്പൊ സപ്പോസ് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ കുറേ വണ്ടികൾ ഒരേ റൂട്ടിൽ പോകുമ്പോഴല്ലേ എന്ത് ചെയ്യാം, അവിടെ ഒരു നെറ്റ്വർക്ക് ട്രാഫിക് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഇന്റർനെറ്റിനകത്തും നമ്മൾ ഒരേ റൂട്ടിലൂടെ ഡിഫറെന്റ് സോഴ്സിൽ നിന്ന് ഒരേ റൂട്ടിലൂടെ പല ഡെസ്റ്റിനേഷനിലേക്ക് ഡേറ്റ സെൻഡ് ചെയ്യുമ്പോൾ അവിടെ നെറ്റ്വർക്ക് ട്രാഫിക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ആ ട്രാഫിക്കിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി വി ഹാവ് ടു ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് ആൻഡ് റൈറ്റ് റൂട്ട്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം, പർട്ടിക്കുലർ ആയിട്ടുള്ള റൂട്ട്, ട്രാഫിക് ജാം ഇല്ലാത്ത മീൻസ് നെറ്റ്വർക്ക് ട്രാഫിക് ജാം ഇല്ലാതെ പോകുന്ന ഒരു റൂട്ട് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പല പ്രോട്ടോകോൾസ് ഉണ്ട്. ഈ ഇൻസൈഡ് TCP/IPക്കകത്ത് തന്നെ നമുക്ക് വേറെ പ്രോട്ടോകോൾസ് യൂസ് ചെയ്യാം, സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോകോൾസ് പോലെയുള്ള പ്രോട്ടോകോൾസ് നമുക്ക് യൂസ് ചെയ്യാം ആ ട്രാഫിക് ജാം കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പോൾ ഈ റൂട്ടേഴ്സ് ഏതൊക്കെയാണ് യൂസ് ചെയ്തേക്കുന്നത്, മീൻസ് ഹോസ്റ്റ് എക്കും ഹോസ്റ്റ് ബിക്കും ഇടയ്ക്ക് എങ്ങനെയാണ് റൂട്ടേഴ്സിനെ ചൂസ് ചെയ്യുന്നതെന്നൊക്കെ എന്താണ് ഡിസൈഡ് ചെയ്യുന്നത്, നമ്മുടെ ഈ TCP/IPക്കകത്തുള്ള പല ഡിഫറെന്റ് ലെയേഴ്സ് ആണ്. ഓക്കെ, സോ ആ ലെയേഴ്സ് ആണ് അതിനെ എന്ത് ചെയ്യുന്നത്, ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമുക്ക് നോക്കാം എന്താ വാട്ട് എക്സാക്ട്ലി ഇത് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ നോക്കാം. പ്രൊവൈഡ് എ ഡേറ്റാഗ്രാം സർവീസ്. ഓക്കെ, പാക്കറ്റ് ആർ ഹാൻഡിൽഡ് ആൻഡ് ഡെലിവേർഡ് ഇൻഡിപെൻഡന്റ്ലി. ഓക്കെ, നമുക്കറിയാം, നമുക്കൊരു ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ ഉണ്ടെങ്കിൽ ആ ഡേറ്റ എല്ലാം നമ്മൾ സെൻഡ് ചെയ്യുന്നത് പാക്കറ്റ്സ് ആയിട്ടാണ്. പാക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ ആ പാക്കറ്റ്സിന് ഒരു ഹെഡറും ഉണ്ട്, ഒരു ടെയിലും ഉണ്ട്. ഓക്കെ, ഹെഡറിനകത്ത് നമ്മൾ വി വിൽ മെൻഷൻ ദ ഡെസ്റ്റിനേഷൻ അഡ്രസ് ആൻഡ് ബോഡിക്കകത്തായിരിക്കും വാട്ട് എവർ ദ ഡേറ്റ ദാറ്റ് വി ആർ ഹോൾഡിംഗ്, ആൻഡ് ടെയിലറിനകത്തായിരിക്കും നമ്മൾ എന്താ വാട്ട് ഓൾ ദ പ്രോട്ടോകോൾസ് ദാറ്റ് വി ആർ യൂസ്. ഓക്കെ, അതൊക്കെ അവിടെ ആയിരിക്കും നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ ആ ഡേറ്റാഗ്രാം എങ്ങനെയാണ് ഓരോ പാക്കറ്റിനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഇന്റർനെറ്റ് പ്രോട്ടോകോളിനകത്ത്
ഹാൻഡിൽ ചെയ്യുന്നത്. പാക്കറ്റ് ആർ ഹാൻഡിൽഡ് ആൻഡ് ഡെലിവേർഡ് ഇൻഡിപെൻഡന്റ് ആയിട്ടായിരിക്കും അവിടെ നമ്മൾ ഡേറ്റയെ ട്രാൻസ്ഫർ ചെയ്യുക, അതിനെ ഹാൻഡിൽ ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, ബെസ്റ്റ് എഫേർട്ട് പ്രോട്ടോകോൾ, അതായത് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ബെസ്റ്റ് എഫേർട്ട് പ്രോട്ടോകോൾ ആണ്. മേ ലോസ് റെക്കോർഡ് ഡ്യൂപ്ലിക്കേറ്റ് പാക്കറ്റ്സ് ക്യാൻ ബി സെൻഡ് സെവറൽ ടൈംസ്. ഓക്കെ, നമുക്ക് സെൻഡ് ചെയ്ത പാക്കറ്റ്സ് ഒക്കെ നമ്മൾ വീണ്ടും സെൻഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ദർ ഇസ് എ ചാൻസ് ഓഫ് ലോസ് ദ ഡേറ്റ. ഇതൊക്കെ നമുക്ക് നടക്കുന്നത്. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ കൈൻഡ് ഓഫ് വാട്ട് ലൂസിങ് ദ ഡേറ്റ ലൂസ് ചെയ്യുന്ന. അപ്പോൾ ഈ ഡേറ്റ ലൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇന്റർനെറ്റ് ട്രാഫിക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ആ ട്രാഫിക് ഉണ്ടാകുന്നത് ഒരു സെയിം റൂട്ട് വഴി സെവറൽ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴാണ് ഈ ട്രാഫിക് ഉണ്ടാകുന്നത്. ഓക്കെ, സോ ദെൻ ഈച്ച് പാക്കറ്റ് മസ്റ്റ് കണ്ടെയ്ൻ IP അഡ്രസ് ഫോർ ദ ഡെസ്റ്റിനേഷൻ. ഓരോ പാക്കറ്റിനകത്തും അതിന്റെ ഡെസ്റ്റിനേഷന്റെ IP അഡ്രസ് കാണും. നമ്മൾ പറഞ്ഞു ഒരു സെയിം ഡേറ്റയെ നമ്മൾ സെവറൽ പാക്കറ്റ് ആക്കുന്നു. അത് ഒരു സെയിം സോഴ്സിൽ നിന്ന് സെയിം ഡെസ്റ്റിനേഷനിലേക്ക് അയക്കുന്നെങ്കിലും ആ പർട്ടിക്കുലർ ഓരോ എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടോ ആ പാക്കറ്റ്സിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഒരു IP അഡ്രസ്, ഡെസ്റ്റിനേഷന്റെ IP അഡ്രസ് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ, ദെൻ നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് IP അഡ്രസ്സസ് ആണുള്ളത്. IPv4 ഉണ്ട്, IPv6 ഉണ്ട്. നമുക്ക് നോക്കാം IPv4 എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ വേർഷൻ 4 ആണ്. അതൊരു 32 ബിറ്റ് ഓഫ് അഡ്രസ്സസ് ആണ്. മറ്റേ IPv6 എന്ന് പറഞ്ഞാൽ IPv4 32 ബിറ്റ് ആണ്. അപ്പോൾ അതിനെ IP അഡ്രസ്സിനെ നമ്മൾ 4 ബ്ലോക്ക് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആ 4 ബ്ലോക്കിനകത്തും 0 to 55 വരെയുള്ള നമ്പേഴ്സ് ആണ് വേരി ചെയ്യുന്നത്. ഓക്കെ, സോ ആ 4 ഗ്രൂപ്പ് ഓഫ് 4 ഗ്രൂപ്പ് ഓഫ് 3-digit numbers. That 3-digit number can be not only the 3-digit number, the number can be varies from 0 to 255. Okay, either 1 ആകാം അല്ലെങ്കിൽ 0 ആകാം, ബട്ട് 255 മേളിലോട്ട് പോകാൻ പാടില്ല. അതായിരിക്കും IPv4 ആൻഡ് ഇറ്റ് വിൽ ഹാവ് എ 32 bits. ഓക്കെ, 32 bits ആണ്. ദെൻ നമ്മൾ കണ്ടോ, ഇതൊരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിന്റെ IPv4 ലോക്കൽ ഏരിയ നെറ്റ്വർക്കിന്റെ IPv4. ലോക്കൽ ഏരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇറ്റ്സ് എ ചെറിയൊരു ഏരിയക്കകത്തുള്ള നെറ്റ്വർക്ക് മീൻസ് സിസ്റ്റംസ് എല്ലാം ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് എല്ലാം കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിനാണ് എന്തെന്ന് പറയുക, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുക. അപ്പം ആ നെറ്റ്വർക്കിനകത്തുള്ള IPv4 വേർഷൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓരോ സിസ്റ്റത്തിനും എന്തുണ്ടായിരിക്കും, IP അഡ്രസ് ഉണ്ടായിരിക്കും. ആ സിസ്റ്റംസ് എല്ലാം നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് മേ ബി യൂസിങ് ദ ഡിഫറെന്റ് റൂട്ടേഴ്സ് ആൻഡ് സ്വിച്ചസ് ആയിരിക്കും. അപ്പോൾ ഈ സ്വിച്ചസിനാണെങ്കിലും നമുക്കുണ്ട് എന്തുണ്ട്, വി ഹാവ് എ പോർട്ട് നമ്പർ ഉണ്ട്. ഓക്കെ, ആ പോർട്ട് നമ്പറിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ സിസ്റ്റം കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ആ ആക്യുറേറ്റ് ആയിട്ടുള്ള ഏത് പോർട്ടിലൂടെ ആക്സസിബിലിറ്റി നമുക്ക് നേടാൻ പറ്റും. ഓക്കെ, ഏത് പോർട്ടാണ് നമുക്ക് കണക്ട് ചെയ്താലാണ് നമ്മുടെ കണക്ടിവിറ്റി എസ്റ്റാബ്ലിഷ് ആകുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ നെറ്റ്വർക്കിന്റെ പ്രോട്ടോകോൾ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, സോ അപ്പോൾ ഈ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പോർട്സ് നമുക്ക് ഫെച്ച് ചെയ്ത് നമ്മളിപ്പോൾ ഒരു സിസ്റ്റം നമ്മൾ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കുമായിട്ട് എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏത് സോക്കറ്റ് വഴിയാണ് അല്ലെങ്കിൽ ഏത് പോർട്ടിൽ വഴിയാണ് നമ്മളത് എന്താ എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ വി ഹാവ് സെവറൽ പ്രോഗ്രാംസ്. ഓക്കെ, നമ്മൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് പ്രോഗ്രാംസ് ഉണ്ട്. സിയിൽ ചെയ്യാം, C++ൽ ചെയ്യാം, അങ്ങനെ പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ച് നമുക്ക് ആ സോക്കറ്റ്സ് നമ്പറിന്റെ IP അഡ്രസ്സിനെ ഒക്കെ ഫെച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, സോക്കറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് യുണീക്ലി ഐഡന്റിഫൈ ബൈ ആൻ ഇന്റർനെറ്റ് അഡ്രസ് ആണ്. ഓക്കെ, സോ ഇന്റർനെറ്റ് അഡ്രസ് യുണീക് ഓക്കെ, സോ
and an internet address and an end-to-end protocol, and it have a port number too. Okay, so ഇതിനൊരു port numbering ആണ്. Okay, then two type of sockets are there, the stream socket and datagram socket. ഈ stream socket എന്ന് പറയുന്നത് നമ്മൾ TCP-ക്കകത്ത് യൂസ് ചെയ്യുന്നതും ഡേറ്റാഗ്രാം എന്ന് പറയുന്നത് UDP-ക്കകത്ത് യൂസ് ചെയ്യുന്നതുമാണ്. ഓക്കെ, സോക്കറ്റ് എക്സ്റ്റെൻഡഡ് ദ കൺവെൻഷണൽ യുണീക്സ് പോലെയുള്ള ഓയിസിന് നമുക്ക് വേറെ രീതിയിലുള്ള എന്താ പറയാ ഫെസിലിറ്റീസ് ഉണ്ട് ഈ സോക്കറ്റ് ഫെച്ച് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ദെൻ ഇവിടെ നോക്കി ഈ ആപ്ലിക്കേഷനകത്ത് അല്ലെങ്കിൽ ഈ സോക്കറ്റ്സിന്റെ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ഈ TCP-ക്കകത്തും UDP-ക്കകത്തുമാണ് എന്ത് ചെയ്യുന്നത്, ആ പ്രോട്ടോക്കോളിനകത്തുള്ള ഈച്ച് ആൻഡ് എവറി എന്താ പോർട്ടിലേക്കാണ് സോക്കറ്റ്സിനെ കണക്ട് ചെയ്യുന്നത്. ഈ സോക്കറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, ഇത് ഇന്റർനെറ്റ് അഡ്രസ്സിനെ യുണീക്ലി ഐഡന്റിഫൈ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് സോക്കറ്റ്സ്. ഓക്കെ, സോക്കറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ക്ലയന്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ ആയിട്ടാണ് സോക്കറ്റ് പ്രോഗ്രാമിന് നമ്മൾ പറയുന്നത്. ഓക്കെ, ക്ലയന്റും സെർവറും എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാം ക്ലയന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലയന്റ് വിൽ ഓൾവേസ് റിക്വസ്റ്റ് അല്ലെ, ഒരു എന്തിലേക്കൊക്കെ ആക്സസ് കിട്ടാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ക്ലയന്റ് റിക്വസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ആ ക്ലയന്റ് റിക്വസ്റ്റ് ചെയ്യുന്നത് എന്ത് ചെയ്യും, സെർവർ വിൽ പ്രോസസ് ഇറ്റ്. ഓക്കെ, സെർവർ വിൽ പ്രോസസ് ആൻഡ് ഇറ്റ് വിൽ റെസ്പോണ്ട് ഇറ്റ്. ഓക്കെ, സോ സെർവർ ആണ് എന്ത് പാസീവ്ലി വെയിറ്റ് ഫോർ ദ റെസ്പോണ്ട് ടു ദ ക്ലയന്റ്. ഓക്കെ, ദെൻ ക്ലയന്റ് ആണ് എന്ത് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷനകത്ത് ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ഈ ക്ലയന്റ് സെർവർ പ്രോഗ്രാമിംഗ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ക്ലയന്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ വെച്ചിട്ടാണ് സോക്കറ്റ് പ്രോഗ്രാമിംഗ് നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോക്കറ്റിന്റെ പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കുണ്ട് ക്രിയേറ്റ് സോക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അതിനകത്ത് എന്താ പറയാ, ക്രിയേറ്റ് ന്യൂ കമ്മ്യൂണിക്കേഷൻ എൻഡ് പോയിന്റ്. ഓക്കെ, ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള ഒരു എൻഡ് പോയിന്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് സോക്കറ്റ്. ബൈൻഡ് എന്ന് വെച്ചാൽ അറ്റാച്ച് എ ലോക്കൽ അഡ്രസ് ടു എ സോക്കറ്റ്. ബൈൻഡ് എന്ന് പറയുന്നത് എന്താ, ഇതെല്ലാം ഈ മെത്തേഡ്സ് ഉണ്ട് കേട്ടോ, സോക്കറ്റ്, ബൈൻഡ്, ലിസൺ, അക്സെപ്റ്റ്, കണക്ട്, സെൻഡ്, റിസീവ്, ക്ലോസ്. These are the different methods that we are used in C programming to fetch the socket number. Okay, ഇതെല്ലാം ഈ മെത്തേഡ്, ഈ പ്രിമിറ്റീവ്സ് എന്ന് പറയുന്നത് എല്ലാം ഓരോ മെത്തേഡ്സ് ആണ്. ഓക്കെ, ആ മെത്തേഡ്സ് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്ലയന്റ് സെർവർ കമ്പ്യൂട്ടിങ്ങിന്റെ പ്രോഗ്രാം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഈ ഓരോ പ്രിമിറ്റീവ്സും ഓരോ മെത്തേഡാണ്. ഓക്കെ, സോക്കറ്റ് എന്ന് പറയുന്നതുകൊണ്ട് സോക്കറ്റ് എന്ന് ക്രിയേറ്റ് എ ന്യൂ കമ്മ്യൂണിക്കേഷൻ എൻഡ് പോയിന്റ് ആണ്. ബൈൻഡ് എന്ന് പറഞ്ഞാൽ അറ്റാച്ച് ലോക്കൽ അഡ്രസ് ടു ദ സോക്കറ്റ് ആണ്, ഒരു ലോക്കൽ അഡ്രസ് സോക്കറ്റിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയാണ് ബൈൻഡ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ലിസൺ എന്ന് പറയുന്നത് അനൗൺസ് വില്ലിംഗ്നെസ് ടു അക്സെപ്റ്റ് കണക്ഷൻ, ദാറ്റ് മീൻസ് കണക്ഷൻ അക്സെപ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ കണക്ഷൻ രജിസ്റ്റർ ചെയ്തോ എന്നുള്ളതാണ് ലിസൺ എന്ന് പറയുന്നത്. അക്സെപ്റ്റ് ചെയ്തെന്ന് പറയുമ്പോൾ, അക്സെപ്റ്റ് എന്ന് പറയുമ്പോൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞുള്ള ഒരു മെത്തേഡാണ്. ദെൻ അതിനുശേഷം കണക്ട് ഉണ്ട്, ആക്റ്റീവ്ലി അറ്റംപ്റ്റ് ടു എസ്റ്റാബ്ലിഷ് എ കണക്ഷൻ. ഓക്കെ, ദെൻ എല്ലാം ലിസൺ ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക, അത് കഴിഞ്ഞ് കണക്ഷൻ എസ്റ്റാബ്ലിഷിന് ശേഷം നമ്മൾ വി ആർ ഏബിൾ ടു സെൻഡ് ദ ഡേറ്റ, ദാറ്റ് ഈസ് അതിന് വേണ്ടിയുള്ള മെത്തേഡാണ് കണക്ട്. ദെൻ സെൻഡ് എന്ന് പറയുന്നത് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനാണ്. ദെൻ റിസീവ് എന്ന് പറയുന്നത് എന്താണ്, ഡെസ്റ്റിനേഷൻ എൻഡിലെ ഡേറ്റ കിട്ടിയോ ഇല്ലയോ, ഇൻ ബിറ്റ്വീൻ ദാറ്റ് അത് ലോസ് ആയോ ഇല്ലയോ എന്നുള്ള മെസ്സേജ് ആണ് റിസീവ് ചെയ്യുന്നത്. ദെൻ കണക്ഷൻ ക്ലോസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഐ മീൻ കണക്ഷൻ എൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ക്ലോസ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ദീസ് ആർ ദ ഡിഫറെന്റ് മെത്തേഡ്സ്. ഓക്കെ, ഈ മെത്തേഡ്സ് ആണ് നമ്മൾ സി പ്രോഗ്രാമിങ്ങിനാണേലും അല്ലെങ്കിൽ ക്ലയന്റ് സെർവർ കമ്പ്യൂട്ടിങ്ങിനകത്ത് പ്രോഗ്രാമിനകത്ത് നമ്മൾ സോക്കറ്റിനെ ഫെച്ച് ചെയ്യാനും കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനും, ഒരു സോക്കറ്റുമായിട്ട് അല്ലെങ്കിൽ ഒരു സിസ്റ്റം, ഒരു ക്ലയന്റ് ഒരു സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് മെത്തേഡ്സ് ആണ് എന്തെന്ന് പറയുന്നത് ഈ പ്രിമിറ്റീവ്സ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. സോക്കറ്റ്, ബൈൻഡ്, ലിസൺ, ആക്സെപ്റ്റ്, കണക്ട്, സെൻഡ്, റിസീവ്, ക്ലോസ്. ഓക്കെ, ദെൻ സോക്കറ്റിനകത്ത് കണ്ടോ, അത് ഏത് ടൈപ്പ് ഓഫ് ആ മെത്തേഡ് പറയുന്നതാണ് എന്താ, സോക്കറ്റ് ഓഫ് ഫാമിലി ടൈപ്പ് പ്രോട്ടോകോൾ. ഓക്കെ, ഫാമിലി എന്ന് പറഞ്ഞാൽ ഏത് വേർഷൻ ആണെന്നുള്ളതാ. ഓക്കെ, ദെൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ടൈപ്പ് ആണ്, അത്
അതെന്താ ടു വേ കണക്ഷൻ ആകാം, റിലയബിൾ ആകാം, കണക്ഷൻ ബേസ്ഡ് സർവീസ് ആകാം, മെസ്സേജസ് ഓഫ് മാക്സിമം ലെങ്ത്, കണക്ഷൻ ലെസ് ആകാം. അതാണ് ടൈപ്പ് എന്ന് പറയുന്ന പാരാമീറ്റർ. ദെൻ പ്രോട്ടോകോൾ എന്ന് പറയുന്ന പാരാമീറ്റർ ഏത് പ്രോട്ടോകോൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. IP പ്രോട്ടോ TCP ആണ്, IP പ്രോട്ടോ UDP, ഈ രണ്ട് പ്രോട്ടോകോൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ സോക്കറ്റിനുള്ള മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യണം? സോക്കറ്റ് ഓഫ് ഫാമിലി, ടൈപ്പ്, പ്രോട്ടോകോൾ. ദീസ് ആർ ദ 3 പാരാമീറ്റേഴ്സ് റിക്വയർഡ്. ഓക്കെ, സോ ആൻഡ് ദാറ്റ് വിൽ ബി വൺസ് അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് ഒരു ഇന്റീജർ വാല്യൂ ആയിരിക്കും കേട്ടോ കയറുന്നത്. ദെൻ നമുക്ക് സോക്കറ്റിന്റെ സ്റ്റാറ്റസ് കണ്ടുപിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സോക്കറ്റിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ യൂസ് ദ മെത്തേഡ് കോൾ ക്ലോസ്. ഓക്കെ, നമ്മളിവിടെ ഇവിടെ കൊടുത്തേക്കുന്ന വേരിയബിൾ ഏതാണോ ആ വേരിയബിളിലേക്കാണ് സോക്കറ്റിനെ ഫെച്ച് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ക്ലോസ് ചെയ്യുമ്പോഴത്തേന് എന്ത് പറയണോ ആ വേരിയബിൾ നെയിം ആണ് ഇവിടെ പറയേണ്ടത്. ഓക്കെ, സോക്ക് ID മീൻസ് നോർമലി നമ്മൾ അതിന് അതൊരു വേരിയബിൾ നെയിം ആണ്. യു ക്യാൻ യൂസ് എനി വേരിയബിൾസ്. ഓക്കെ, ക്ലോസ് സോക്ക് ID because why we are using sock ID here? Because we have created or we are fetched the data of socket into that particular value called sock ID. Okay, അന്നേരം നമ്മൾ എന്ത് ചെയ്യണം? സോക്കറ്റ് ക്ലോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തേക്കുന്ന സെയിം വേരിയബിൾ യൂസ് ചെയ്യണം. ഓക്കെ, ദെൻ നമുക്കിപ്പോ സ്പെസിഫൈങ് അഡ്രസ് എങ്ങനെയാണെന്ന് നോക്കാം. Socket API defines a generic data type of addresses. Okay, അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? We have to create a structure. Structure എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, it is a collection of heterogeneous element of data item. Okay, നമ്മളൊരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു. സോക്കറ്റിന്റെ അഡ്രസ് നമ്മൾ എടുക്കാൻ വേണ്ടി ഏതാണെന്ന് അറിയാൻ വേണ്ടി അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഒരു അൺസൈൻഡ് ഷോർട്ട് as a family, whatever it is, that is a variable name and that should be short ആയിരിക്കണം. Then ഒരു ക്യാരക്ടർ സൈസിലുള്ള അരയും നമ്മൾ ഡിക്ലെയർ ചെയ്തു. ആദ്യത്തെ വേരിയബിൾ എന്ന് പറയുന്നത് ഏത് അഡ്രസ് ഫാമിലി ആണെന്ന് അറിയാൻ. രണ്ടാമത്തെ വേരിയബിൾ ദാറ്റ് ഈസ് an array is nothing but family specific address information. ഏത് ഫാമിലി ആണെന്നുള്ളതും അറിയാൻ വേണ്ടി ഏത് ടൈപ്പ് ഓഫ് ഏത് ഗ്രൂപ്പ് ഓഫ്, ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ ആദ്യമേ തന്നെ സോക്കറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേന് IPv4 ഉണ്ട്, IPv6 ഉണ്ട്. അത് ഏത് ഫാമിലി ആണെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അറേ ഡിക്ലെയർ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? പർട്ടിക്കുലർ ഫോം ഓഫ് ദ സോക്കറ്റ് അഡ്രസ് യൂസ് ഫോർ TCP/IP അഡ്രസ്സസ്. ആ TCP/IP അഡ്രസ്സസിന് നമ്മൾ യൂസ് ചെയ്യുന്നത് നോർമലി യൂസ് ചെയ്യുന്നതാണ് എന്ത് ചെയ്യുന്നത്? ഒരു സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്തു. ആ സ്ട്രക്ചറിനകത്തോട്ട് നമ്മൾ ലോങ്ങിൽ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ആ വേരിയബിളിനകത്ത് നത്തിങ് ബട്ട് വി ക്യാൻ ഹോൾഡ് 32 ബിറ്റ് ഓഫ് ഇന്റർനെറ്റ് അഡ്രസ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയാണ് ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ അൺസൈൻഡ് ലോങ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഷുഡ് ബി അൺസൈൻഡ് ലോങ്. ഓക്കെ, നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ആ അഡ്രസ് ഫെച്ച് ചെയ്യാൻ വേണ്ടി അതിന് ലോങ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ ശ്രമിക്കുക. ബിക്കോസ് വി ഹാവ് ടു സ്റ്റോർ എ 32 ബിറ്റ് ഓഫ് ഇന്റർനെറ്റ് അഡ്രസ്. ഓക്കെ, അതിനുശേഷം വീണ്ടും ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക. അതിനകത്ത് നമുക്ക് എന്തൊക്കെ വേണം? നമുക്ക് ഫാമിലി ഏതാന്ന് മെൻഷൻ ചെയ്യണം, അഡ്രസ്സിന്റെ പോർട്ട് നമ്പർ മെൻഷൻ ചെയ്യണം, ഏത് ഇന്റർനെറ്റ് അഡ്രസ് ആണ് മെൻഷൻ ചെയ്യണം. ദെൻ നമുക്ക് ഏത് ഗ്രൂപ്പ് ഓഫ് ഐറ്റം ആണ് അതിനകത്തോട്ട് ഏത് ഗ്രൂപ്പ് ഓഫ് വാല്യൂസ് ആണെന്നുള്ളതും കൂടെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി വി ഹാവ് ടു ഡിക്ലെയർ an array. ദാറ്റ് ഈസ് നോട്ട് യൂസ്ഡ്. ഓക്കെ, നമ്മളത് നോർമലി യൂസ് ചെയ്യാറില്ല. ദെൻ അസൈൻ അഡ്രസ് ടു സോക്കറ്റ്. എങ്ങനെയാണ് അഡ്രസ്സിനെ സോക്കറ്റിലേക്ക് അസൈൻ ചെയ്യുന്നത്? ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൈൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ബൈൻഡിങ് അഡ്രസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സോക്കറ്റിലേക്ക് എന്ത് ചെയ്യുക? നമ്മള് അഡ്രസ്സിനെ ബൈൻഡ് ചെയ്യുക അല്ലെങ്കിൽ അസൈൻ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുക? ബൈൻഡ് എന്ന് പറയുക. ഓക്കെ, അസോസിയേറ്റ് ആൻഡ് റിസീവ് എ പോർട്ട് ഫോർ യൂസ് ബൈ ദ സോക്കറ്റ്. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബൈൻഡ് മെത്തേഡ്. ആ ബൈൻഡ് മെത്തേഡിനകത്ത് നമ്മൾ ആദ്യം ഫെച്ച് ചെയ്ത് വെച്ച് ഈ സോക്ക് ID എന്ന് പറയുന്നത് നത്തിങ് ബട്ട് നമ്മൾ ഇവിടെ കണ്ടായിരുന്നു. ആ സോക്ക് ID എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഏത് സോക്കറ്റ് ആണെന്നുള്ളത്. ആ സോക്ക് IDനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മള് ആദ്യത്തെ പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അഡ്രസ് പോർട്ട്
ദെൻ അഡ്രസ് പോർട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രക്ട് അഡ്രസ്. അത് നമ്മൾ ഇവിടെ ഡിക്ലെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. സ്റ്റോക്ക് അഡ്രസ് എന്ന് പറയുന്നത് ആ വേരിയബിൾ, ആ വാല്യൂസ് ആണ്. അതൊരു സ്ട്രക്ചർ വേരിയബിൾ ആയിരിക്കും, അതിനെ പാസ് ചെയ്യണം. ദെൻ സൈസ്, വാട്ട് ഈസ് ദ സൈസ് ഓഫ് ദാറ്റ് ഷുഡ് ബി ഡിക്ലെയർഡ് ഇൻ ദ ബൈറ്റ്സ്. ഓക്കെ, ബൈറ്റ്സിൽ അതിനെ ഡിക്ലെയർ ചെയ്യുക. സോ അപ്പോൾ നമ്മൾ ബൈൻഡ് ചെയ്ത് കഴിയും. ബൈൻഡ് എന്ന് പറയുന്നാൽ എന്താണ്? സോക്കറ്റിലേക്ക് അഡ്രസ്സിനെ അസൈൻ ചെയ്യുന്നതിനാണ് ബൈൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, സ്കിപ്പിംഗ് ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈൻഡ് ചെയ്യാതെ നമുക്ക് ചെയ്യാം, പക്ഷേ കണക്ഷൻ സക്സസ്ഫുള്ളി എസ്റ്റാബ്ലിഷ് ആകണമെന്നില്ല. ഓക്കെ, ദെൻ എസ്റ്റാബ്ലിഷ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മൾ പാസ് ചെയ്യേണ്ട മെത്തേഡാണ് കണക്ട് എന്ന് പറയുന്ന ഒരു മെത്തേഡ്. അതിനകത്തൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യണം. സോക്ക് ഐ ഡി ഉണ്ട്, ദാറ്റ് ഈസ് ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ച സോക്കറ്റിന്റെ അഡ്രസ്. ആൻഡ് ഫോറിൻ അഡ്രസ്, സ്ട്രക്ട് ഐ ഡി ആർ, അതായത് സ്ട്രക്ട് സോക്ക് ഐ ഡി ആർ, അഡ്രസ് ഓഫ് ദ പാസീവ് പാർട്ടിസിപ്പന്റ്. നമ്മൾ ഫെച്ച് ചെയ്ത് വെച്ച് സോക്കറ്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൂടെ സ്ട്രക്ചർ ആയിട്ട് വെച്ചിരിക്കുന്ന എല്ലാം കൂടെ, സ്ട്രക്ചർ വേരിയബിൾ ആയിട്ട് വെച്ചിരിക്കുന്ന എല്ലാം കൂടെ അതിലേക്ക് പാസ് ചെയ്യുന്ന, പിന്നെ അഡ്രസ്സിന്റെ ലെങ്തും കൂടെ പാസ് ചെയ്ത് കഴിഞ്ഞ് അത്രയും വേരിയബിൾസ് ആണ്, അത്രയും പാരാമീറ്റേഴ്സ് ആണ് നമുക്ക് കണക്ട് എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് വേണ്ടത്. ഓക്കെ, ദെൻ ഇൻകമിങ് കണക്ഷൻ അക്സെപ്റ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതിനകത്തും ദ സെയിം ഇതിനെല്ലാം ഡിക്ലെയർ ചെയ്യുന്ന ഒരു ഇന്റീജർ വേരിയബിൾ ആണ് കേട്ടോ. ആ ഇന്റീജർ വേരിയബിളിലോട്ടാണ് ഈ വാല്യൂസ് എല്ലാം സ്റ്റോർ ആകുന്നത്. അതിന് നമുക്ക് വേണ്ടത് എന്താണ്? ക്ലയന്റ് അഡ്രസ്സിന്റെ ഡീറ്റെയിൽസ് വേണം. അത് മേ ബി ദാറ്റ് വിൽ ബി എ സ്ട്രക്ചർ ആയിട്ടായിരിക്കും. ദെൻ സോക്ക് ഐ ഡി കൊടുക്കണം, പിന്നെ അഡ്രസ് ലെങ്തും കൂടെ പാസ് ചെയ്ത് വേണം. ഓക്കെ, അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി. സോ പിന്നെ നമുക്ക് വൺസ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട എന്താണ്? നമുക്ക് വി ഹാവ് ടു സെൻഡ് ദ മെസ്സേജ് ആൻഡ് റിസീവ് ദ മെസ്സേജ്. അതിനും രണ്ട് മെത്തേഡ്സ് ഉണ്ട്, സെൻഡ് ആൻഡ് റിസീവ്. ഓക്കെ, ആ മെത്തേഡിനകത്ത് ആദ്യമേ സോക്കറ്റ് ഐ ഡി പറഞ്ഞു കൊടുക്കുന്നു, ദെൻ മെസ്സേജ് പറഞ്ഞു കൊടുക്കുന്നു, ആൻഡ് മെസ്സേജിന്റെ ലെങ്ത് ഫ്ലാഗ് ഈസ് യൂസ്ഡ് ഫോർ വെദർ ഇറ്റ് ഈസ് നമ്മൾ പാസ് ചെയ്യുമ്പോൾ 0 ആയിരിക്കും. ഇഫ് ഇറ്റ് ഈസ് 1 ആണെങ്കിൽ മെസ്സേജിനകത്ത് എറർ സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ഫ്ലാഗ് പാസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ റിസീവ് എൻഡിലും ഉണ്ട് സോക്കറ്റ് ഐ ഡി റിസീവ് ബഫ്, ദാറ്റ് ഈസ് സ്റ്റോർ റിസീവ്ഡ് ബൈറ്റ്സ് ആയിരിക്കും. ദെൻ ബഫ് ലെങ്ത് ഉണ്ട്, ബഫിന്റെ എത്ര ലെങ്ത് ആണെന്നുള്ളത് പറയണം. ദെൻ ഫ്ലാഗ് റിസീവർ എൻഡിൽ അത് 1 ആയി കഴിഞ്ഞാൽ ദർ ഇസ് ആൻ എറർ ഉണ്ടെന്ന. ഓക്കെ, സോ ദീസ് ആർ ദ different methods that we are used to establish the connections. Okay, client server connection establish ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് മെത്തേഡ്സ് ആണ് ഇതൊക്കെ. ദെൻ ഇതൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. അപ്പോൾ ഇത്രയും മെത്തേഡ്സ് നിങ്ങൾ കാണാതെ പഠിക്കുക. ആർ യു ഏബിൾ ടു ഹിയർ മീ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ, അപ്പൊ ഈ PDF ആയിട്ട് ഷെയർ ചെയ്യാമോ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം ഞാൻ മാഡത്തിന് അയച്ചു കൊടുത്തേക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇത്രയും മെത്തേഡ്സ് നിങ്ങൾ കാണാതെ പഠിക്കുക. ഇത് വെച്ചിട്ടാണ് ഒരു ക്ലയന്റ് സെർവർ കമ്പ്യൂട്ടിംഗ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് IP അഡ്രസ് പോലെയുള്ള അഡ്രസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫെച്ച് ചെയ്യാൻ പറ്റും. ഞാനിവിടെ കുറെ സാമ്പിൾ പ്രോഗ്രാംസ് എടുത്തിട്ടിട്ടുണ്ട്. ലോക്ക് സെൽസ് ഒന്നും നിങ്ങൾക്ക് സോക്കറ്റ് ഓപ്ഷൻസ് ഒന്നുമില്ല. ഇനി പിന്നെ ഡേറ്റ മൈനിങ്ങിനകത്തല്ലേ നിങ്ങൾക്ക്? നിങ്ങൾക്ക് പിന്നെ ഏതാ ഉള്ളേ? ഹലോ, ഡേറ്റ മൈനിങ് ആണ്. ഡേറ്റ മൈനിങ് ഉണ്ട് അല്ലേ? ഡേറ്റ മൈനിങ്ങിന്റെ ഒരു മിനിറ്റ്, ഞാൻ ആ നോട്ട് ഒന്ന് എടുത്തോട്ടെ.
സ്ക്രീൻ കാണാവോ? യെസ്. ഡേറ്റ മൈനിങ്ങിന് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് വെഫ്ക എന്ന് പറയുന്ന ഒരു GUI ഇന്റർഫേസ് ഉണ്ട് നിങ്ങൾക്ക്. ഓക്കെ, വെഫ്ക. ഓക്കെ, സോ അത് വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഡേറ്റ മൈനിങ്ങിന്റെ ലാബ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അതെല്ലാം അവിടെ ഇൻസ്റ്റാൾ ആയിരിക്കും. എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് എന്താണ് ഡേറ്റ, അതിന്റെ ഫിഗർ ഇവിടെ ഇല്ലല്ലോ. അതിനകത്ത് കണ്ടോ, സ്റ്റാർട്ട് വെഫ്ക, സെലക്ട് എക്സ്പ്ലോറർ, സെലക്ട് ഡേറ്റ സെറ്റ്. ഡേറ്റ സെറ്റ് എന്ന് പറയുന്ന ഡേറ്റ മൈനിങ്, നമുക്ക് ഡേറ്റ മൈനിങ്ങിന്റെ പ്രോബ്ലം തരുമ്പോൾ ദർ വിൽ ബി ഡേറ്റ സെറ്റ്, ഒരു ഡേറ്റ സെറ്റ് കാണാം. ആ ഡേറ്റ സെറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിൽറ്റർ ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമേ സ്റ്റാർട്ട് വെഫ്ക സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം സെലക്ട് എക്സ്പ്ലോറർ. എക്സ്പ്ലോറർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ. ആ എക്സ്പ്ലോറർ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം വി ഹാവ് ടു ഓപ്പൺ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഡേറ്റ സെറ്റിനെ നമ്മൾ സേവ് ചെയ്ത്, നമുക്ക് ഡേറ്റ സെറ്റ് തരും, അല്ലെങ്കിൽ അവർ ക്വസ്റ്റിനകത്ത് തന്നെ കാണും. ഈ ഒരു ഡേറ്റ സെറ്റ് ക്രിയേറ്റ് ചെയ്ത് എക്സലിൽ സ്റ്റോർ ചെയ്യാൻ പറയും. ഓക്കെ, എന്നിട്ട് ആ ഡേറ്റ സെറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതിനകത്തോട്ട് ഇമ്പോർട്ട് ചെയ്യണം. അതിനെ ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് യു ഹാവ് ആൻഡ് സെവറൽ ഓപ്ഷൻ. നിങ്ങൾക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, ഫിൽറ്റർ ചെയ്യാൻ പറ്റും അക്കോർഡിംഗ് ടു ദ സർട്ടൺ കണ്ടീഷൻ. നിങ്ങളുടെ ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്ന ആ കണ്ടീഷൻ അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ ഫിൽറ്റർ ചെയ്യണം. ഓക്കെ, ക്വസ്റ്റ്യൻ ആദ്യം മനസ്സിലാക്കിയെടുക്കുക. എന്നിട്ട് ആ ക്വസ്റ്റിനകത്ത് എന്താണെന്നുള്ളത്, എന്താണോ ചെയ്യേണ്ടത് അത് നിങ്ങൾ ഈ സെലക്ട് ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ ക്ലസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ. ക്ലസ്റ്റർ കണ്ടോ, ക്ലസ്റ്റർ ഓപ്ഷൻ. ആ ക്ലസ്റ്ററിനകത്ത് പോയി നിങ്ങൾക്ക് ആട്രിബ്യൂട്ട്സിന്റെ നെയിമിൽ, ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, വാട്ട് ആർ ദ ആട്രിബ്യൂട്ട്സ് ദാറ്റ് എക്സൽ ഷീറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ദർ ഇസ് എ കോളം ആൻഡ് റോസ് അല്ലെ. കോളത്തിന്റെ ഹെഡിങ്ങിനാണ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ആ ക്ലസ്റ്റർ പാർട്ടിൽ പോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ കോളംസ് സെലക്ട് ചെയ്യാൻ പറ്റും. സെലക്ട് ചെയ്തിട്ട് ഇപ്പൊ പറയാണ്, ലിസ്റ്റ് ദ സ്റ്റുഡൻസ് whose age greater than, നമ്മുടെ DBMS ഒക്കെ പോലെ ഗ്രേറ്റർ ദാൻ 5-നും അല്ലെങ്കിൽ ഇന്ന മാർജിൻ ബിറ്റ്വീനുള്ള ആണെങ്കിൽ ആ സ്റ്റുഡൻസിന്റെ മാത്രം ഒരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ പറഞ്ഞ ക്ലസ്റ്ററിനകത്ത് പോയിട്ട് ആ പർട്ടിക്കുലർ ആട്രിബ്യൂട്ട് സെലക്ട് ചെയ്തിട്ട് ഈ ഓപ്ഷൻ കൊടുത്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യണം, ഫിൽറ്റർ കൊടുത്തു കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് എ ലിസ്റ്റ്. ആ റൈറ്റ് ഹാൻഡ് സൈഡിൽ തന്നെ നിങ്ങൾക്ക് അവിടെ ലിസ്റ്റ് കിട്ടും. ഓക്കെ, ദെൻ നിങ്ങൾക്ക് റിമൂവ് ഫിൽറ്റർ പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്ത ഫിൽറ്റർ എല്ലാം എന്ത് ചെയ്യും, പോകും. ഇവിടെ നോക്കിക്കേ, ഈ ഫിഗറിനകത്ത് കണ്ടോ, ഏത് ഇവിടെ പറയുന്നത്, ഈ പറയുന്ന ഔട്ട്ലുക്ക്, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, വിൻഡി, അതെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ആട്രിബ്യൂട്ട്സ് ആണ്. ഓക്കെ, അത് ടിക്കിട്ടിരിക്കുന്ന എന്താണ്, നമ്മൾ ചൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ടാ, അത് മാത്രം ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ സർട്ടൻ കണ്ടീഷൻസ് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഡേറ്റയെ ലിസ്റ്റ് ചെയ്യാനും അതിന് റിപ്പോർട്ട് ഉണ്ടാക്കാനും ഒക്കെ ഈ വെഫ്ക വഴി നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ആദ്യം ചെയ്യേണ്ടത് വെഫ്ക ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു ക്രിയേറ്റ് ആൻ എക്സൽ ഷീറ്റ് അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ ദാറ്റ് വി ഹാവ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് ഉള്ള ഒരു ഡേറ്റ സെറ്റിനെ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഓൾറെഡി ഉണ്ടായിരിക്കാൻ ഡേറ്റ സെറ്റ്. അതിനെ നമ്മൾ എന്ത് ചെയ്യുക, വെഫ്ക ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വെഫ്ക ഓപ്പൺ ചെയ്തിട്ട് സെലക്ട് എക്സ്പ്ലോറിൽ കൊടുത്തിട്ട് ഡേറ്റ സെറ്റിന് നമ്മൾ എന്ത് ചെയ്യണം, ചൂസ് ചെയ്ത് കൊടുക്കണം. ദെൻ നമ്മൾ ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ ക്ലസ്റ്റർ ബേസ്ഡ്, ക്ലസ്റ്റർ എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് ആ ഓരോ ഓപ്ഷൻ എടുത്ത്, നിങ്ങൾ ഇത് ആരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടോ, വെഫ്ക ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല സർ. ഈ ഓപ്ഷൻ ഇതൊരു GUI ആണ്, നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും. നമ്മുടെ C പ്രോഗ്രാമിംഗ് പോലെ മുഴുവൻ ഇങ്ങനെ ടൈപ്പ് ചെയ്തൊന്നും കൊടുക്കണ്ട. ഇതിനകത്ത് ഓരോ ഓപ്ഷൻ എടുത്ത് നോക്കുക. ക്ലാസിഫൈ, ക്ലസ്റ്റർ, അസോസിയേറ്റ്, സെലക്ട് ആട്രിബ്യൂട്ട് എന്നൊക്കെ പറയുന്ന ഓരോ ഇതുണ്ട്. അത് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഏത് ബേസിലാ വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, എന്നിട്ട് എന്തോ ഏത് വേർഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, നമ്പർ? ഇല്ല, അത് അവിടെ എല്ലാം കിടപ്പുണ്ടല്ലോ. മീൻസ് നിങ്ങളെല്ലാരും IIIT സ്റ്റുഡൻസ് അല്ലേ?
അതെ സർ. നിങ്ങൾക്ക് ഇപ്പൊ ചെയ്ത് നോക്കാനാണോ? അതെ, ജസ്റ്റ് ഒന്ന് നോക്കാം. ആ വെഫ്ക ഏതെങ്കിലും ന്യൂ വേർഷൻ ഡൗൺലോഡ് ചെയ്താലും മതി. ചുമ്മാ വെഫ്കാന്ന് കൊടുത്താൽ മതി. ഡേറ്റ മൈനിങ് വെഫ്ക ന്യൂ വേർഷൻ ഡൗൺലോഡ് ചെയ്തോ. എല്ലാം അവിടെ എല്ലാം കിടക്കുന്ന അപ്ഡേറ്റഡ് വേർഷനാ. WEKA അല്ലേ? ആ WEKA. ഇതാണ് കുറച്ചുകൂടി ഈസി ലാബ് കേട്ടോ മറ്റേതിനേക്കാളും. രണ്ടും ഒരുമിച്ചാണ് നിങ്ങൾക്ക്. എന്ന ലാബ് എക്സാം? 27-ാം തീയതി. ഓക്കെ ഓക്കെ. അപ്പോ ഇതിനകത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട് കണ്ടോ. അറ്റ് ദി ഔട്ട്പുട്ട് ആയിട്ട് നമ്മുടെ ഔട്ട്പുട്ട് നമുക്ക് ഇങ്ങനെ ഗ്രാഫിക്കൽ ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ ഡേറ്റ സെറ്റ് ആയിട്ട് കിട്ടും. നമ്മുടെ ഔട്ട്പുട്ട് നമുക്ക് എക്സൽ ഷീറ്റ് ആയിട്ട് CSV ഫയൽ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാനൊക്കെ പറ്റും. അവർ നിങ്ങളോട് പറയുന്നത് ഔട്ട്പുട്ട് CSV ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാനാണ്. ഓക്കെ, എക്സ്പോർട്ട് ചെയ്യാൻ പറയുവാണെങ്കിൽ വി ഹാവ് ഓപ്ഷൻ. ഇവിടെ സേവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ആ സേവിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ നമ്മൾ ഫിൽറ്റർ ചെയ്തിരിക്കുന്നത് ഏത് ഫയലിലാണ് നമുക്ക് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പൊ .csv എന്ന് കൊടുത്താൽ മതി കേട്ടോ. ഫിൽറ്റർ ചെയ്തതിന് ശേഷം അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ നിങ്ങൾ ഫിൽറ്റർ ചെയ്യുക. ഫിൽറ്റർ ചെയ്തതിന് ശേഷം സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ ഏത് ടൈപ്പ് ഓഫ് ഫയലിലാണ് സേവ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഓപ്ഷൻ കാണിക്കും. അപ്പോൾ CSVയോ അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ ഏത് ഫയലിലാണ് നിങ്ങൾക്ക് PDF ആണോ CSV ആണോ, എന്നിട്ട് ആ പർട്ടിക്കുലർ ഫോർമാറ്റിൽ നിങ്ങൾ സേവ് ഓപ്ഷൻ കൊടുത്താൽ മതി കേട്ടോ. ഇതാണ് ബേസിക്സ്. വെഫ്ക ഒന്ന് യൂസ് ചെയ്ത് നോക്ക്. ആർക്ക് യൂസ് ചെയ്തിട്ട് കിട്ടുന്നില്ല മാത്രം ഡൗൺലോഡ് ചെയ്താൽ മതിയോ? വേറെ എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യണോ? വേണ്ട വെഫ്ക മാത്രം ഡൗൺലോഡ് ചെയ്താൽ മതി. ഓക്കെ സർ. ഓക്കെ, ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാഡത്തിനോട് ഇത് പറഞ്ഞേക്കും. മാഡത്തിനെ എന്റെ നമ്പർ വാങ്ങിച്ചാൽ മതി കേട്ടോ. അപ്പോ താങ്ക് യു സോ മച്ച്. ഈ നെറ്റ്വർക്കിന്റെ നമ്മൾ പ്രോഗ്രാം ചെയ്യേണ്ട വരില്ലേ സാറേ? ചെയ്യേണ്ടി വരും. അത് ഇത്രയും മെത്തേഡ്സ് ഞാൻ പറഞ്ഞ് അത്രയും മെത്തേഡ്സ് നിങ്ങളൊന്ന് പഠിച്ചു വെക്ക. എനിക്ക് ഒരു ക്ലാസ്സും കിട്ടിയിട്ടില്ല ഇതുവരെ, അതുകൊണ്ട്. എനിക്ക് മനസ്സിലാവും. എനിക്ക് ഈ ഒരു ക്ലാസ് കൊണ്ട് ഒന്നും ചെയ്യാനും പറ്റത്തില്ല. ആദ്യം തൊട്ട് ഈ മെത്തേഡിനകത്തൊക്കെ പാരാമീറ്റേഴ്സ് ഏതൊക്കെയാന്നുള്ളത് ഞാൻ അവിടെ നെറ്റ്വർക്ക് എടുത്തോണ്ടിരുന്നേ. ഞാനായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എക്സാമിനർ അവിടെ. സാറ് തന്നെ ആയിരിക്കോ എക്സാം? ഈ പ്രാവശ്യം ഞാനില്ല. എന്തേലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം.